ഹലോ, ഇന്ന് നമ്മൾ പോകുന്നത് മലയാറ്റൂരാണ് കേട്ടോ. നോയമ്പൊക്കെയല്ലേ. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ഞങ്ങൾ ഒരുമിച്ച് മലയാറ്റൂർ പോയിട്ടില്ല. തോമാശ്ലീഹ വന്നിറങ്ങിയ സ്ഥലമാണ് കേട്ടോ. ഒരുപാട് പ്രത്യേകതയുണ്ട്. നമുക്ക് ഈ വീഡിയോയിലൂടെ സ്റ്റെപ്പായിട്ട് നമുക്കിത് കാണാം കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ കൂടെ കൂടിക്കും. പിന്നെ ഒരുപാട് കാലത്ത് ഞങ്ങളൊരു ആഗ്രഹമായിരുന്നു, കല്യാണത്തിന് മുന്നേ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഒരുമിച്ച് പോകണം കല്യാണം കഴിഞ്ഞതിന് ശേഷം. പക്ഷേ കൊറോണ ആയതുകൊണ്ട് നമുക്ക് ആ സമയത്തൊന്നും പോകാൻ പറ്റിയില്ല. പിന്നെ നമുക്ക് കുഞ്ഞു മക്കളായതുകൊണ്ട് അവരെ ഇട്ടിട്ട് നമുക്ക് പോകാൻ പറ്റില്ല. അവരും കൊണ്ട് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. 3 പേരും പിടിച്ച് നമുക്ക് അവിടം വരെ പോകാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പം ഞങ്ങൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലാക്കിയിട്ട് ഏകദേശം 7 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ടോ വീട്ടിൽ നിന്ന്. ഒരു 8 മണിയോട് കൂടി അവിടെ എത്തി. അപ്പോൾ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, കയറാൻ പറ്റുമോ എന്താണെന്നുള്ളതൊന്നും അറിയില്ലല്ലോ. കുറേ നാളുകളായി കയറിയിട്ട്, ഏകദേശം 7 വർഷം കഴിഞ്ഞു അവിടെ കയറിയിട്ട്, മല കയറിയിട്ട് ഞാനും ഹസ്ബൻഡും. അപ്പോൾ പിന്നെ അങ്ങനെ ഏജൊക്കെ കൂടി വരുവാണല്ലോ, അതിൻ്റേതായ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ദൈവം സഹായിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ. ഞങ്ങൾ വളരെ ഭംഗിയായിട്ട് ഞാൻ എൻ്റെ അവിടെ പോയി പ്രാർത്ഥിച്ച് മുകളിൽ പോയിട്ട് നേർച്ചക്കിട്ടിട്ട് വന്നു കേട്ടോ. അപ്പോൾ നമുക്ക് പോണ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം. കടല വേണേൽ കടല വാങ്ങിക്കാം. പൊക്കോട്ടെ പൊക്കോട്ടെ. അവിടെ ആളുണ്ടെങ്കിൽ കൊടുക്കാലോന്ന് ഓർത്താ. തിരി മേടിച്ചോനെ തിരി. പോകുന്ന വഴിയിലെ 2 സൈഡിലും കുറേ തിരികളും കുഞ്ഞു കുരിശുകളും, പിന്നെ നമുക്ക് ഇങ്ങനെ കൈ പിടിച്ച് കയറാനായിട്ടുള്ള വടികളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇവിടെ തിരക്ക് കുറവാണ്, അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും കേട്ടോ. ഈ ഈസ്റ്ററിൻ്റെ അടുത്ത് ആ ആഴ്ചയിലൊക്കെ നല്ല തിരക്കായിരിക്കും. ഇപ്പോൾ കുറച്ച് തിരക്ക് കുറവുള്ള സമയമാണ്, അത് നോക്കിയിട്ടാണ് കേട്ടോ നമ്മൾ വന്നേക്കണേ. അത് കാരണം കുറച്ചുള്ളൂ സൈഡിൽ ഇരിക്കുന്ന ആളുകൾ. അങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ പിന്നെ ഇവരൊന്നും കാണാൻ പറ്റില്ല. പിന്നെ മലയിൽ വേറെ ഒന്നും ഉണ്ടാവില്ല. പിന്നെ മുകളിൽ കയറിയിട്ടാണ് ബാക്കി നമുക്ക് എന്തെങ്കിലും വെള്ളം കുടിക്കാനോ, സാധാരണ വെള്ളമൊക്കെ ഉണ്ടാവും. പിന്നെ ചായ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മുകളിലാണ്. താഴെ കഴിഞ്ഞാൽ പിന്നെ നേരെ മുകളിലോട്ട് പോകണം കേട്ടോ. അപ്പം നമ്മൾ കയറാനുള്ളവർക്ക് എത്തിയിട്ടുണ്ട്. നമ്മളിവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. മുത്തപ്പനെ വിളിച്ച് നമ്മൾ കയറാണ്. വിശ്വാസപ്രമാണം സർവശക്തനായ ദൈവവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തെ വിശ്വസിക്കുന്നു. ഈ പുത്രം വിശുദ്ധാത്മാവിനെ ഗർഭസ്ഥനായ കന്യകാമറിയത്തിന് പിറന്ന അല്ലിയോസ്ലാത്തോസിനെ വളരെ ദുരിതസഹിച്ച് വിശുദ്ധപ്പെട്ട മനുഷ്യരുടെ സ്വർഗത്തിലേക്ക് എന്നുള്ളൂ. 14 സ്ഥലങ്ങളാണുള്ളത്. അതിലെ 1-ാം സ്ഥലത്ത് നമ്മൾ എത്തുമ്പോൾ കുരിശിൻ്റെ വഴി എത്തിച്ചിട്ടാണ് നമ്മൾ ഇവിടേക്ക് പോവുക. 14 സ്ഥലം ഇതിൽ ഞാൻ കാണിച്ചിട്ടില്ല. നമുക്ക് പറ്റാവുന്ന കുറച്ച് സ്ഥലം നമ്മൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫോൺ എടുക്കാനോ അങ്ങനെയൊന്നും പറ്റാത്ത സമയങ്ങളുണ്ടായിരുന്നു. കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും നമ്മൾ കുരിശിൻ്റെ വഴി ചൊല്ലി അവിടെ നിന്ന് പ്രാർത്ഥിച്ച് ആയിട്ടാണ് നടന്നു നീങ്ങുന്നത് കേട്ടോ. പറയണം. ഒന്നാം സ്ഥലം എത്താനായിട്ടായിരുന്നു കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ വീണ്ടും പ്രാർത്ഥിച്ച് മുന്നോട്ട് നീങ്ങുകയാണ് കേട്ടോ. പിന്നെ നമുക്ക് പെട്ടെന്ന് എത്തും. പിന്നെ 2, 3 ആ 14 വരെ എത്താനായിട്ട് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല.
ഒന്നാം സ്ഥലം വരെയാണ് എനിക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ മറ്റ് സ്ഥലങ്ങളെ വെച്ചിട്ട് ഇത് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും, അത്രയേ ഉള്ളൂ. പക്ഷെ ബാക്കിയൊക്കെ നമുക്ക് ഈസി ആയിരിക്കും കേട്ടോ. കയറാനാണ് ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൂ, ഇറങ്ങാൻ അതിലും കുറച്ചും കൂടി എളുപ്പമായിരിക്കും. പൊന്മലകേറ്റം മുത്തപ്പൂ, പൊന്മലകേറ്റം മുത്തപ്പൂ, പൊന്മല. ഇതിവിടുന്ന് നേർച്ചയാണ് കേട്ടോ. അപ്പോൾ തോമസ് ലീഹാരെ നേർച്ചയൊക്കെ എടുത്തിട്ട് ഞങ്ങളവിടുന്ന് വീട്ടിലേക്ക് മക്കൾക്കൊക്കെയുള്ള നേർച്ചയൊക്കെ നമ്മൾ പൊതിഞ്ഞെടുത്തു കേട്ടോ. അതിനുശേഷം കുറച്ച് കൊന്തകളും കുറച്ച് മോതിരങ്ങളൊക്കെ മേടിക്കാനായിട്ട് പോയിട്ട് അവിടെ എന്തായാലും വന്നതല്ലേ എന്ന് വെച്ചിട്ട് നമ്മൾ കുറച്ച് മോതിരങ്ങളൊക്കെ സ്റ്റോളിൽ മേടിച്ചു. അതിൻ്റെ കൂടെ തന്നെ ഒരു ചായ ഒരു ബണ്ണൊക്കെ കഴിച്ച് നമ്മുടെ എണ്ണ കഴിഞ്ഞിട്ട് താഴോട്ട് ഇറങ്ങിപ്പോണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ചായയും മണ്ണൊക്കെ കഴിച്ചു കേട്ടോ. നല്ല വെറൈറ്റി ആയിട്ടുള്ള കൊന്തകളും പിന്നെ മോതിരങ്ങൾ, എനിക്ക് കൂടുതൽ ഇഷ്ടമായത് മോതിരങ്ങളായിരുന്നു. നമ്മളവിടുന്ന് വീട്ടിലേക്ക് കുറച്ചൊക്കെ പർച്ചേസ് ചെയ്തിട്ട് ഉണ്ണികൾക്കുള്ള കഴുത്തിലുള്ള കൊന്തയൊക്കെ മേടിച്ച് നമുക്ക് ഇവിടെ നിന്നായാലും കിട്ടുമെന്നാൽ അവിടെ പോകുമ്പോൾ അവിടെ നിന്ന് മേടിക്കുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ മേടിച്ചു കേട്ടോ. അതിൽ നോക്കി ഇത് ചായ പറയും കേട്ടോ. എൻ്റെ റേഞ്ച് ഉണ്ട്.
മലമുകളിലെ ഏറ്റവും പുരാതന കപ്പേള സ്ഥാപിതം 1595 1968 വരെ കുരിശുമുടി ഘോരവനമായിരുന്നു. ഈ കാലഘട്ടങ്ങളിൽ ധാരാളം വന്യമൃഗങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അക്കാലത്ത് കാട്ടാനകൾ ഈ പള്ളിയെ ആക്രമിച്ചിട്ടുണ്ട്. കപ്പേളയുടെ പുറകിലെ ചുമരിൽ പൊന്മാനകളുടെ കുത്തേറ്റ ഒരു ഇടയാളവും കൊമ്പ് തുളഞ്ഞു കയറിയതിൻ്റെ പാടുകളും കാണാം. അതുകൊണ്ടാണ് ആനക്കുത്തിയ പള്ളി എന്ന് പറയാൻ കാരണം. ഇത് അടിപൊളിയാണ് കേട്ടോ. വ്യൂ കാണാൻ വേണ്ടിയിട്ട് അവിടെ ഇരിക്കാനും നല്ല കാറ്റൊക്കെ ഉണ്ടാവും ആ പാറപ്പുറത്ത്. ഞങ്ങൾ അതിൽ നേരം ഇരുന്നില്ല, കാരണം മക്കളൊക്കെ ഉറങ്ങിയിട്ടില്ലെങ്കിൽ അവർ കരയുമെന്ന് വിചാരിച്ച് നമ്മൾ വേഗം തന്നെ അങ്ങോട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ പള്ളിയിൽ കയറി ജസ്റ്റ് ഒന്ന് നമ്മൾ പ്രാർത്ഥിച്ചു, എന്നിട്ടാണ് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ ഇവിടെ കുറച്ച് സമയം ഇവിടെ റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മുകളിൽ കുറേ സമയം നമുക്ക് ഇരിക്കുകയൊക്കെ ചെയ്യാം. നല്ല രസമാണ്, നല്ല വ്യൂ ഒക്കെയാണ് അവിടെ കാണാനായിട്ട്. നമ്മളവിടെ കുറച്ച് സമയം മാത്രം സ്പെൻഡ് ചെയ്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തോമസ് ലീഗ വന്ന സമയത്ത് ഞാൻ ഡീറ്റെയിൽ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. ഇത് അത്ഭുത ജലമായിട്ട് നമ്മൾ പണ്ടൊക്കെ കുപ്പികളിലൊക്കെ ശേഖരിച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാറുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ നിന്ന് കോരിയെടുക്കല്ല, സൈഡിൽ പൈപ്പുണ്ട്, അവിടെ നിന്നാണ് നമ്മൾ ഈ വെള്ളം എടുക്കുന്നത് കേട്ടോ. ആദ്യമൊക്കെ നമ്മൾ കിണറ്റിൽ നിന്ന് സ്വന്തമായിട്ട് കോരിയെടുത്ത് കുപ്പികളിലാക്കിയിട്ടാണ് കൊണ്ടുപോയിരുന്നത്. ഇപ്പോൾ തിരക്കൊക്കെ കാരണമാണെന്ന് തോന്നുന്നു അത് അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഈ കിണറിൻ്റെ പ്രത്യേകത അറിയാം. ഈ തോമസ് ലീഹ ഇവിടെ വന്നിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെള്ളം ദാഹിച്ചു. അപ്പോൾ ഈ പാറയിൽ വടി കൊണ്ട് കുത്തിയിട്ടാണ് ഇവിടെ കിണറുണ്ടായത്. എന്നിട്ടാണ് ആൾ വെള്ളം കുടിച്ചത്. ഇവിടെ വെള്ളം കുടിച്ചവർക്കൊക്കെ ഒരുപാട് അത്ഭുതങ്ങളും ഒക്കെ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ അത്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽ. തോമസ് ലീഹ ഈ മലയിൽ ധ്യാനിച്ചിരുന്നപ്പോൾ വെള്ളത്തിനായി ഈ പാറയിൽ കുത്തിയെന്നും അപ്പോൾ ഇവിടെ നിന്നും ജലപ്രവാഹം ഉണ്ടായെന്നും വിശ്വസിക്കുന്നു. ഈ സ്ഥലത്താണ് ഈ കിണർ സ്ഥിതി ചെയ്യുന്നത്. ഈ അത്ഭുത ഉറവയിലെ ജലം വിശ്വാസപൂർവ്വം ഉപയോഗിച്ച പലർക്കും രോഗശാന്തിയും മറ്റു അനുഗ്രഹങ്ങളും ലഭിച്ചതായി സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴും രോഗശാന്തിക്കായി ഈ ജലം ഉപയോഗിച്ചു പോകുന്നു. അതുകൊണ്ടാണ് അതിന് അത്ഭുത ഉറവ എന്ന പേര്. ഇത് വിശുദ്ധ കുർബാന നടക്കുന്ന പള്ളിയാണ് കേട്ടോ. നമ്മളവിടെ ആന കുത്തിയ സ്ഥലമൊക്കെ കാണുന്ന സമയത്ത് ഇവിടെ വിശുദ്ധ കുർബാന നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സമയമൊന്നും കറക്റ്റായിട്ട് അറിയില്ല. കാലത്ത് ഒരു 5 മണി ആ സമയത്തൊക്കെ കുർബാനയുണ്ട്, 6 മണിക്ക് കുർബാനയുണ്ട്. കറക്റ്റ് സമയം അറിയില്ല. അവിടേക്ക് കയറി നമ്മൾ പ്രാർത്ഥിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് എൻ്റെ ചേട്ടനും പിള്ളേരൊക്കെ കാണാനായിട്ട് ഒരുമിച്ച് ആ സ്ഥലത്ത് നമുക്ക് ഒരുമിച്ച് കയറാൻ പറ്റിയില്ല. നമ്മുടെ മക്കളൊക്കെ അവര് തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ മക്കള് കരയോ എന്നുള്ളൊരു പേടിയിൽ നമ്മൾ അവരുടെ കൂടെ കയറാതെ നമ്മൾ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മൾ കുറച്ച് നേരത്തെ കയറി അവരത് കഴിഞ്ഞ് കയറി എത്തിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അവരെ കാണാണ്. നിങ്ങള് ഞാൻ വിചാരിച്ചു ഇറങ്ങി പോയി നോക്കി നോക്കി ഫോട്ടോസ് ഒരുമിച്ച് വന്ന പോലെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നിന്ന് അവര് കയറിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവർ മുകളിലൊക്കെ പോയി പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിച്ചിട്ട് വരുന്നുള്ളൂ. ഞാൻ നേരെ താഴോട്ട് ഇറങ്ങി. അങ്ങനെ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. അത് കഴിഞ്ഞ് താഴെ വന്ന് നമ്മളൊരു ഫ്രഷ് ലൈമൊക്കെ കുടിച്ച് നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കുഞ്ഞു വീഡിയോ മലയാറ്റൂരിൻ്റെ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഒരു പ്ലേറ്റും കൂടി തരും. താഴെ പോകാൻ സാധ്യതയുണ്ട്.